അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വരിക്കച്ചക്ക വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കിലോ വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. വരിക്കച്ചക്കയ്ക്ക് പകരം നിങ്ങൾക്ക് കൂഴച്ചക്ക വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി വരിക്കച്ചക്കയുടെ ഉള്ളിലുള്ള ചക്കക്കുരുവൊക്കെ ഒന്ന് മാറ്റാം. ഇപ്പോൾ ചക്കപ്പഴത്തിൽ നിന്നും ചക്കക്കുരുവെല്ലാം എന്താ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ചക്കപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലിന് പകരം വെള്ളം വേണമെങ്കിലും ചേർത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. പാലാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഒട്ടും കട്ടകളൊന്നുമില്ല, നല്ല പേസ്റ്റ് പരുവത്തിന് അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള ചക്കപ്പഴം ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. മധുരമില്ലാത്ത ചക്കപ്പഴം ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരട്ടെ. അപ്പോൾ പഞ്ചസാര എല്ലാം അലിഞ്ഞ് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ചക്കപ്പഴം മുഴുവനും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, കുറച്ച് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരുമിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് റവ ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വലിയ തരിയുള്ള റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക. ചെറിയ തരിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഫുള്ള് റവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ റവയെല്ലാം നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടി റവ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു രീതിക്ക് ആക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ല ചൂടാണ്. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കുക. ഇനി ശർക്കര മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ശർക്കര എല്ലാം ഒന്ന് അലിഞ്ഞു വരട്ടെ. ഇത് കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ. അതുപോലെ തന്നെ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കര വരെ എടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം നോർമൽ മധുരമാണ്, 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര എല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
ശർക്കരയും തേങ്ങയും ഇതാ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കുറച്ച് കശുവണ്ടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിലക്കടല ചെറുതായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും നട്ട്സ് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതും ഇതും കൂടി ചേർക്കുമ്പോൾ ഇടയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെറും ശർക്കരയും തേങ്ങയും മാത്രം ചെയ്തിട്ടെടുത്താലും മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര ചേർക്കാതെ പൊടിച്ചെടുത്ത ഏലക്കപ്പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂട്ടിച്ചേർത്ത് ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 ഏലക്ക ഒന്ന് തല്ലി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എല്ലാം ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും. ഫില്ലിങ് തയ്യാറാക്കാൻ എടുത്ത സമയം മാത്രമേ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മിക്സ് എടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള മിക്സ് എടുക്കുക. ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ അതൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. ഒരുപാട് വയ്ക്കരുത്, കുറച്ച് വെച്ച് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ അതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ചെറുതായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ എല്ലാം ഫില്ലിംഗ് ഒക്കെ വെച്ച് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുത്ത ഓരോന്നും ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് മുരിഞ്ഞ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും ഇതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ നിറാവട്ടെ. ഇപ്പം 2 വശവും നല്ലോണം മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ വരിക്ക ചക്കപ്പഴം വെച്ചിട്ടുള്ള സ്നാക്സ് ഒക്കെ ഇതാ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടാണ് ഇത് കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആവിയായിട്ട് വേവിച്ചെടുത്താലും മതി. ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇപ്പോൾ കടല പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരിക്കച്ചക്കപ്പഴം വെച്ചിട്ടുള്ള സ്നാക്സ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്